വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി. ഉദ്ഘാടനം കഴിഞ്ഞു പോയി. പക്ഷേ പിണറായിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ റിയാസിന് ഇരിക്കപ്പുറതയില്ല ഇന്നലെ മുതൽ. അതായത് രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ കയറി ഇരുന്ന് പോയി. പ്രധാനമന്ത്രി വരുന്നതിന് മുൻപേ ഇരുന്നത് പ്രോട്ടോകോൾ ലംഘനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ മുതൽ റിയാസ് ഇങ്ങനെ ചൊറിഞ്ഞു നടക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ പ്രധാനമന്ത്രി വരുമ്പോൾ, അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള പ്രധാനമന്ത്രി വരുമ്പോൾ ചിലപ്പോൾ പ്രധാനമന്ത്രിയുടെ മടിയിൽ വരെ രാജീവ് ചന്ദ്രശേഖർ കയറിയിരിക്കും. അതിനെന്തിനാ റിയാസ് ഇങ്ങനെ കടന്ന് തിളയ്ക്കുന്നതും ചൊറിയുന്നതും? ഈ പിണറായി വിജയന്റെ മകളും ഭാര്യയും കൊച്ചുമകനും വിഴിഞ്ഞ തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ പങ്കെടുത്ത് ഇരിക്കുന്നത് പുറത്തു വന്നതാണ്, ഫോട്ടോ ഉൾപ്പെടെ. അവർക്ക് അതിൻ്റെ അകത്ത് എന്താ, പൂച്ചയ്ക്ക് അവിടെ കാര്യം എന്താന്ന് ചോദിക്കും പോലെയാണ്. അപ്പൊ റിയാസിനോട് അതും ചോദിക്കണ്ടേ നമ്മള്, എന്തിനാണ് അതിൻ്റെ അകത്ത് വീട്ടിലുള്ളവരെയൊക്കെ വലിച്ചു കയറ്റി കൊണ്ടുവന്നതെന്നുള്ളത്. അപ്പോൾ ഈ റിയാസിന്റെ പ്രശ്നം എന്താണ്? അല്ലെ, നമ്മൾ വളരെ കാര്യമായിട്ട് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം? അതാണ് സാധാരണ നമ്മൾ ചോദിച്ചു വരുന്നത്. എന്ന് വെച്ചാൽ അനർഹമായ സ്ഥാനത്ത് ഒരാൾ പ്രത്യക്ഷപ്പെടുമ്പോൾ സാധാരണ ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്. അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയ രംഗത്ത് ഇത്തരം ചോദ്യങ്ങൾ പോലും അപ്രസക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആരാണോ ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവിനെ ഏതെങ്കിലും കസേരയിൽ ഉപവിഷ്ടരാക്കുക എന്നുള്ളത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആത്യന്തികമായ ലക്ഷ്യമാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മോദി കേരളത്തിൽ വരുന്ന സമയത്ത് ആ സമയങ്ങളിലെല്ലാനും വളരെ പ്രമുഖമായിട്ടുള്ള ഒരു സർക്കാർ ചടങ്ങാണ് നടക്കുന്നതെങ്കിൽ പോലും കേരളത്തിൽ BJPയുടെ അധ്യക്ഷനെ ആ വേദിയിലേക്ക് പങ്കെടുപ്പിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കാറുണ്ട്. ഇതിന് മുൻപ് ഇതുപോലെ നടന്നത് മെട്രോ ഉദ്ഘാടനം ഓർമ്മയുണ്ടായിരിക്കുന്നില്ല. അന്ന് കുമ്മനം രാജശേഖരനെ എന്ത് ചെയ്തു, മെട്രോയിൽ കയറ്റിയിരുന്നു, ഓർമ്മയില്ലേ? വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോഴും അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരെ സ്റ്റേജിൽ ഇരുത്താനായിട്ട് ആവശ്യപ്പെട്ട കേന്ദ്രമാണ്. അപ്പോൾ കേന്ദ്രം അങ്ങനത്തെ ഒരു പ്രോട്ടോകോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ആ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് കാര്യങ്ങൾ നടന്നു. പ്രോട്ടോകോൾ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഗവൺമെൻറ് ഫങ്ഷൻസ് നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഓരോ പൊസിഷനിലും ഓരോരുത്തരിയ്ക്കേണ്ട, മന്ത്രിമാർക്ക്, അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്ക്, പ്രധാനമന്ത്രിക്ക്, കേന്ദ്രമന്ത്രിക്ക്, MLA, അതേപോലെ MP, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവരുടെ ഒരു അധികാരഭാവത്തിനനുസരിച്ച ഒരു ഹൈറാർക്കിയൽ ഓർഡർ വെക്കാറുണ്ട്. ഈ ഓർഡറിനെയാണ് സാധാരണ രീതി നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. പക്ഷെ പല ഘട്ടങ്ങളിലും അത് മാത്രമല്ലല്ലോ സംഭവിക്കുന്നത്. അതുകൂടാതെ ഓരോരുത്തരുടെയും രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ചും കാര്യങ്ങൾ ചിലപ്പോൾ നടക്കാറുണ്ട്. അങ്ങനെ നടക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ശബ്ദമുഖരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതാണ് നമ്മൾ നോക്കണം. അതിനകത്ത് ഔചിത്യം അനൗചിത്യം എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വളരെ ഗൗരവമേറിയതായിട്ടുള്ള ഔദ്യോഗിക ചർച്ച നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിക്ക് അതിനകത്ത് പങ്കെടുക്കാം, പക്ഷേ മുഖ്യമന്ത്രിയുടെ കുടുംബം അതിനകത്ത് പങ്കെടുക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെയാണ് ഈ തുറമുഖത്തിൻ്റെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ഗവൺമെൻറ് അതോറിറ്റി, ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ആളുകൾ പങ്കെടുക്കുക, ഇല്ലാത്ത ആൾക്കാർ പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പങ്കെടുക്കുന്നതിന് സാധാരണ രീതിയിൽ രാഷ്ട്രീയക്കാർ ഒരു സമവായമൊക്കെ വെക്കും. എന്നുവെച്ചാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും അധ്യക്ഷന്മാരെയും കൂടി അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യണം, പിറക്കിക്കൂട്ടി വെക്കാനായിട്ട് പറയും. ഇവിടെ പക്ഷേ അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായില്ല. മോദിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ രാജീവ് ചന്ദ്രശേഖരനെ വിളിക്കുക, അദ്ദേഹം മുൻമന്ത്രിയാണ്. അതുപോലെ കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം BJP അധ്യക്ഷനാണ്. അവരുടെ പ്രോട്ടോക്കോളിൽ അതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് അവരങ്ങനെ വെക്കാനായിട്ട് പറഞ്ഞു. ഇത് മറ്റ് പാർട്ടികൾ അംഗീകരിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം ഈ വിഷയത്തിൽ മറ്റൊരു വിഷയം എന്താണ്, നമ്മുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ ക്ഷണിച്ചില്ല. ആദ്യം ക്ഷണിച്ചില്ല, പിന്നീട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും കത്ത് നൽകി. അതുകൊണ്ട് അദ്ദേഹം പിണങ്ങി വന്നില്ല. ഇങ്ങനെ എല്ലാവരുടെയും പിണക്കവും വഴക്കും ബഹളവും ഒക്കെ നടക്കുന്ന ഒരു മേഖലയായിട്ട് നമ്മളിതിനെ കണക്കാക്കാം. അല്ല പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ പ്രധാനമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു. അദ്ദേഹം പഴയ കേന്ദ്ര യൂണിയൻ മിനിസ്റ്റർ കൂടിയാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുത്തു. CPM-നെ സംബന്ധിച്ചിടത്തോളം ദേശീയ സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിക്ക് മുകളിലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മാഷ അതിൻ്റെ അകത്തിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ മാഷ് തിരുത്തണം. ഇവിടെ AKG സെന്ററിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനത്തിന് വന്നപ്പോൾ MA ബേബിയെ നമ്മൾ കണ്ടത് കാണികൾക്കിടയിൽ അങ്ങ് ദൂരെ എവിടെയോ ആണ്. ഇന്നലെ ഗോവിന്ദൻ മാഷിനെ സദസ്സിലിരുത്തിക്കൊണ്ട്, ഇന്നലെ ഗോവിന്ദൻ മാഷ് ഇരുന്ന സദസ്സിലാണ്, അദ്ദേഹത്തെ വേദിയിൽ അടുപ്പിച്ചു പോലും ഇല്ല. അപ്പോൾ ഈ BJP-ക്കാർ അവരുടെ നേതൃനിരയിലുള്ളവർക്ക് ഒരു സ്ഥാനമാനങ്ങൾ കൊടുക്കുമ്പോൾ
ഒരു പരിഗണനയും കൊടുക്കാത്ത അംഗങ്ങൾക്ക് ഒരു പരിഗണന, പിണറായിയുടെ മകളും ഭാര്യയും മരുമകനും കൊച്ചുമകനും വരെ കിട്ടുന്ന പരിഗണന പോലും MA ബേബിക്ക് കിട്ടുന്നില്ല പാർട്ടിയിൽ. അങ്ങനെയുള്ള പാർട്ടിയിൽ റിയാസിന് പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെയുള്ള പാർട്ടിയിലാണ് റിയാസിന് സംസാരിക്കാൻ പറ്റുന്നത്. അല്ലാത്തടത്ത് റിയാസിന് സംസാരിക്കാൻ പറ്റുമോ? പറ്റില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം റിയാസ് ഒരുപാട് മന്ത്രിമാരുണ്ട്. അതിൽ എപ്പോഴും പിണറായി വിജയന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രി ആരാണ് എന്ന് വെച്ചാൽ റിയാസാണ്. അപ്പോൾ റിയാസ് എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കണമെന്ന് വെച്ചാൽ അത് നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ചതുപോലെ അത് അച്ഛനും മരുമോനും തമ്മിലായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്താണ്. അതെല്ലാം പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള സംവിധാനത്തിന് പുറത്തുള്ളതായിട്ടുള്ള ബന്ധങ്ങളാണ്. പുറത്തുള്ള ബന്ധം ഇപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യാം? റിയാസിനെ അമ്മായിയപ്പനെ സഹായിക്കാൻ വേണ്ടി ചെല്ലാം. പാർട്ടിയിൽ അങ്ങനെ സഹായിക്കാൻ ചെല്ലേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളും അദ്ദേഹത്തിനെ സഹായിക്കാൻ ചെല്ലും. കാരണം അദ്ദേഹം ക്യാബിനറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയാണ്. അത് ഓരോ തരത്തിലും നമ്മൾ ആളുകളുടെ അർഹത നോക്കി അവരിടപെടുന്ന കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്താണ് ഈ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഔദ്യോഗികം അനൗദ്യോഗികമായിട്ടുള്ള രീതിയിലും പരിഗണിക്കപ്പെടുന്നത്. ഇത് പരിഗണിക്കപ്പെടാതെ പോകുമ്പോഴാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ പരിഗണിക്കപ്പെടുന്നതിന് പകരമായിട്ട് അനർഹമായിട്ടുള്ള രീതിയിലുള്ള ഇടപെടലുകളോ ചൊറിച്ചിലുകളോ ഒക്കെ പ്രകടമാക്കപ്പെടുന്ന സമയത്താണ് ആളുകൾ ഇരുന്ന് ചൊറിയും. എല്ലാവർക്കും ചൊറിയാനുള്ള അവകാശമുണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തരുടെയും ഈ ചൊറിച്ചിലാണ് നമ്മളെന്ത് ചെയ്യുന്നത്? ഇത്തരം സംഭവവികാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ചീറ്റി വരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിന് അത്രയും ഗൗരവം കൊടുത്ത് അതിനെ വിടുക എന്നാണ് നമുക്ക് പൊതുസമൂഹത്തിനോട് പറയാനായിട്ടുള്ള കാര്യം. ഇതിൽ ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് ഒരു പുതിയ കവാടം തുറക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നുവെച്ചാൽ വികസനത്തിൻ്റെ മേഖലയിലേക്ക് കേരളം കടന്നു വരുന്ന ഒരു പാതയായിട്ടാണ് വിഴിഞ്ഞം പാത തുറക്കപ്പെടുന്നത് എന്ന് കരുതപ്പെടുന്നു. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം മാത്രമേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം കൊച്ചിയിൽ തുറമുഖം ശരിക്കും പറഞ്ഞാൽ പുനർനിർമ്മിക്കപ്പെട്ടതിന് ശേഷം അവിടെ വലിയ പ്രതീക്ഷകളും പ്രത്യാശകളൊക്കെ പുലർത്തിയിരുന്നെങ്കിലും അതിനനുസരിച്ച് വികസിച്ചതായിട്ട് നമുക്കറിയാൻ പാടില്ല. മാത്രമല്ല കൊച്ചിയിൽ എപ്പോഴും ആളുകൾക്കും ലോകത്തിനും നോക്കുകുത്തിയായിട്ട് ഒരു സംഭവമുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പാലം എന്ന് പറയുന്ന സാധനം. ആ റെയിൽവേ പാലത്തിലൂടെ തീവണ്ടികൾ പോകാറില്ല, ശ്രദ്ധിച്ചല്ലേ? അതിലങ്ങനെ തീവണ്ടി പോകാറ്. അപ്പോൾ തീവണ്ടി ഒന്നും ഓടാത്തതായിട്ടുള്ളൊരു പാലം വരെ നിർമ്മിച്ച് അത് സ്മാരകമാക്കി നിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം അത് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വരുമാനവും വികസന സാധ്യതകളും തീർച്ചയായിട്ടും ഉറപ്പാക്കി വെക്കേണ്ടത് ആവശ്യമാണ്. അതിനിടയ്ക്ക് നടക്കുന്ന ഇത്തരം വിവാദങ്ങൾ എന്ന് പറയുന്നത് എന്നുവെച്ചാൽ വിവാദങ്ങളിൽ ഉള്ള കുഴപ്പങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. ഒന്ന്, ഔദ്യോഗികമായി മാത്രം നടക്കുന്ന ഒരു ചടങ്ങാണ് എങ്കിൽ ആ ചടങ്ങിൽ അനൗദ്യോഗികമായി നിൽക്കുന്ന ആൾക്കും പ്രവേശനം കൊടുക്കാതിരിക്കാം. അതല്ല എങ്കിൽ നേരത്തെ പറഞ്ഞ പാർട്ടി പരിഗണനകൾ വെക്കുന്നുണ്ടെങ്കിൽ എല്ലാ പാർട്ടികളുടെയും അധ്യക്ഷന്മാർക്ക് പരിഗണനകൾ കൊടുക്കുക. അതിപ്പോൾ കേന്ദ്രത്തിൻ്റെ കാര്യം പറയുള്ളൂ. ഇവിടെയുള്ള ആളുകൾ ഇവരുടെ കാര്യം പറയേണ്ടത് ആവശ്യമാണ്. അതല്ലെങ്കിൽ അവർക്ക് സ്ഥാനം എന്ന് പറയുന്നത് എവിടെയായിരിക്കാം? ജനങ്ങളുടെ ഇടയിലായിരിക്കും. എന്നോട് ചോദിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് അവസാനിപ്പിക്കുന്നത് ശരിയല്ല. CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ആ ജനറൽ സെക്രട്ടറിയാണ് പാർട്ടിയുടെ ഒരു മന്ദിരം ഉദ്ഘാടനം ചെയ്ത സമയത്ത് അത് ഉദ്ഘാടനം നിർവഹിക്കേണ്ടത്. അത് മുഖ്യമന്ത്രിയല്ലേ. മുഖ്യമന്ത്രിക്ക് അതിനുള്ള ഒരു പ്രോട്ടോക്കോൾ പൊസിഷനുമില്ല എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ അവിടെ ലംഘിക്കപ്പെടാം. ഇവിടെ അത് വേറെ പ്രോട്ടോക്കോൾ ലംഘിക്കപ്പെടുന്ന സമയത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇതുകൊണ്ടാണ് ആളുകൾ ബഹളം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരേ മാനദണ്ഡമാണ് വെച്ച് പുലർത്താൻ കഴിയുന്നതെങ്കിൽ നിങ്ങളെ ആളുകൾ വിമർശിക്കാനായിട്ടുള്ള സാധ്യത കുറവാണ്. പക്ഷേ നിങ്ങൾ ഇരട്ടത്താപ്പിൻ്റെ നാവായി മാറുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? വിമർശിക്കും, പോവും, ബഹളം ഉണ്ടാക്കും. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ റിയാസ് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.